മണിക്കൂർ കണക്കിന് ഇതുപോലെ ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണോ നിങ്ങൾ? ബാക്ക് പെയിൻ, ടയർഡ്നെസ്, സീറോ എനർജി ഇതൊക്കെയാണല്ലേ? ഇനി അതൊക്കെ മാറ്റാം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ജസ്റ്റ് പ്രസ് വൺ ബട്ടൺ, ഡെസ്ക് ആയിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ആകും. യു ക്യാൻ സ്റ്റാൻഡ്, സ്ട്രെച്ച്, കീപ് വർക്കിംഗ്. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞില്ല, ഇപ്പോഴും വായിച്ചിട്ടില്ല? വൈ? എന്നെ പോലെ ക്രിയേറ്റേഴ്സിനും പ്രൊഫഷണൽസിനും എന്തിന് സാധാരണക്കാരനും ഒരുപോലെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഹെൽത്തി ആയിരിക്കാനും ഒരു സോളിഡ് പ്രൊഡക്റ്റ് ആണിത്. യെസ്, അതാണ് ഈ കാണുന്ന ദ സ്ലീപ്പ് കമ്പനി അഡ്ജസ്റ്റബിൾ ഡെസ്ക്. വർക്ക് ഫ്രം ഹോം ആയാലും ഓഫീസ് സെറ്റപ്പ് ആയാലും എഡിറ്റേഴ്സ് ആയാലും കംഫർട്ട് പ്ലസ് പ്രൊഡക്ടിവിറ്റി എല്ലാം ലെവലപ്പ് ചെയ്യാം. ഇതൊരു നോർമൽ ഡെസ്ക് അല്ല, എല്ലാം പറഞ്ഞു തരാം. വാ, ഇങ്ങനൊരു ബോക്സിൽ ആക്സസറീസും മറ്റൊരു ബോക്സിൽ ടേബിൾ ടോപ്പും അങ്ങനെയായിരിക്കും നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ബോക്സിനുള്ളിൽ മെറ്റൽ ഫ്രെയിം, കൺട്രോൾ ബോക്സ്, ക്രൂസ്, ഇതെങ്ങനെ അസംബിൾ ചെയ്യണം എന്നുള്ളതിന്റെ മാനുവൽ, പിന്നെ ടേബിൾ ടോപ്പ്. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും സിമ്പിൾ ആണ്. ഇതുപോലെയുള്ള ഈ ഫ്രെയിമുകളെല്ലാം എടുത്തിട്ട് അറ്റാച്ച് ചെയ്യണം. ഇതുപോലെ ടേബിൾ ടോപ്പ് ഫിക്സ് ചെയ്യണം. ഇതിന്റെ കൺട്രോൾ ബോക്സും മോട്ടറും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പൊ ടേബിൾ റെഡി. ഏകദേശം 20 to 25 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതുപോലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ സ്ലീപ്പ് കമ്പനി തന്നെ നമുക്ക് ഫ്രീ ഇൻസ്റ്റാളേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഡെസ്കിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ടോപ്പ് ക്വാളിറ്റി എഞ്ചിനീയർഡ് വുഡ് ആൻഡ് സോളിഡ് മെറ്റൽ ഫ്രെയിം, പ്രീമിയം ഫിനിഷ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ലുക്ക് വൈസ് ക്ലീൻ ആൻഡ് മോഡേൺ. പല ഡിഫറെന്റ് കളേഴ്സിലും ഓപ്ഷൻ ഉണ്ട്. 1200 mm-ലും 1600 mm-ലും ഇങ്ങനെ രണ്ട് വേർഷൻസിന് സൈസ് ഓപ്ഷൻസും ഉണ്ട്. സ്റ്റുഡിയോ, ഓഫീസ്, സ്റ്റഡി റൂം ഇങ്ങനെ എവിടെയും സ്യൂട്ട് ആകും. സോ നിങ്ങളുടെ വർക്ക് സ്പേസിനനുസരിച്ച് പിക്ക് ചെയ്യാം. 2 വർഷത്തെ വാറണ്ടിയും കമ്പനി തരുന്നുണ്ട്. ഓവറോൾ സോളിഡ് ബിൽഡ്, മിനിമൽ ഡിസൈന്, പിന്നെ പ്രീമിയം ഫീലും. ഇനി ഈ ഒരു ഡെസ്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതുപോലെ ഫുള്ളി ഇലക്ട്രിക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡെസ്ക് ആണ്. ഡ്യുവൽ മോട്ടർ സിസ്റ്റം ആണ്. അതുകൊണ്ട് സ്മൂത്ത്, സ്റ്റേബിൾ ആൻഡ് സൈലന്റ് മോഷൻ ഇതെല്ലാം ലഭിക്കും. ഈ ഒരു ഡെസ്കിന്റെ ഹൈറ്റ് റേഞ്ച് വരുന്നത് അറൌണ്ട് 72 സെന്റിമീറ്റർ ടു 120 സെന്റിമീറ്റർ കിട്ടും. നോർമൽ ടേബിളിനേക്കാൾ ഹൈറ്റ് ഫ്ലെക്സിബിലിറ്റി ഡബിൾ ആണ്. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. സോ ശരിക്കും ഇരിക്കാം. അവിടുന്ന് ഫുൾ സ്റ്റാൻഡിംഗ് മോഡ് വരെ സിമ്പിൾ ആയിട്ട് ഷിഫ്റ്റും ചെയ്യാം. ഈ കാണുന്ന പോലെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള കൺട്രോൾ പാനലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പ്രീസെറ്റ് ബട്ടൺസും ഉണ്ട്. 4 ഹൈറ്റ് ലെവൽ വരെ സേവ് ചെയ്യാം. നമ്മൾക്ക് വേണ്ട ഹൈറ്റിലേക്ക് ഇതുപോലെ ഡെസ്ക് സെറ്റ് ചെയ്തതിനു ശേഷം എം ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഏത് നമ്പറിലേക്കാണോ സേവ് ചെയ്യേണ്ടത് ആ നമ്പർ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡൺ. നെക്സ്റ്റ് ടൈം നമ്മൾ ആ നമ്പർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഹൈറ്റിലേക്ക് ഓട്ടോ അഡ്ജസ്റ്റ് ആയിട്ട് ഡെസ്ക് അങ്ങോട്ട് വന്ന് നിൽക്കും. ഡെസ്കിന്റെ മൂവ്സ് എല്ലാം സ്മൂത്ത് ആണ്. നോ ജെർക്സ്, നോ വോബിൾസ്. ഇതിന്റെ സൗണ്ട് ഓൾമോസ്റ്റ് സൈലന്റ് ആണെന്ന് പറയാം. കേൾക്കുന്നുണ്ടോ? ലോഡ് കപ്പാസിറ്റി 80 കിലോ വരെ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടതിന് അപ്പുറം വെച്ചാലും നോ ഇഷ്യൂസ്. പിന്നെ കേബിൾ മാനേജ്മെന്റ് ഹോളും ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടേബിൾ ഇങ്ങനെ വയസ്സ് കൊണ്ട് മെസ്സായി കിടക്കുന്നത് ഉണ്ടാകില്ല. ഇതിന്റെ ഓവറോൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ സ്മൂത്ത്, സൈലന്റ്, പ്രൊഫഷണൽ. ഇനി ഇതിന്റെ യൂസബിലിറ്റി ആൻഡ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ സിറ്റിംഗ് മോഡൽ നോർമൽ വർക്ക് സ്റ്റേഷൻ സെറ്റപ്പ് പെർഫെക്റ്റ് ആണ്. ഹൈറ്റ് എർഗണോമിക്കലി കറക്റ്റ് ആണ്. സ്ട്രെയിൻ ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയാം. ബോഡി അങ്ങോട്ട് വീക്ക് ആയി തോന്നുമ്പോൾ ജസ്റ്റ് പ്രസ് പ്രീസെറ്റ് ബട്ടൺ, ഡെസ്ക് അങ്ങോട്ട് ഉയരും. നമുക്ക് നിൽക്കാം, സ്ട്രെച്ച് ചെയ്യാം. സെക്കൻഡ്സുകൾക്കുള്ളിൽ എനർജി ബാക്ക്. ക്രിയേറ്റേഴ്സിന് എസ്പെഷ്യലി ഹെൽപ്ഫുൾ ആണ്. സ്റ്റാൻഡിംഗ് പൊസിഷനിൽ ക്യാമറ ആംഗിൾ, മൈക്ക് ഹൈറ്റ്, ഷൂട്ടിംഗ് സെറ്റപ്പ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സൂപ്പർ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് ഡേ ലോങ് എഡിറ്റിംഗ്, സ്ക്രിപ്റ്റിംഗ്, ഫിലിമിംഗ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു അഡ്ജസ്റ്റബിൾ സെറ്റപ്പ് നമ്മളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ്ലി പ്രൊഡക്ടിവിറ്റി നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് ഇതിൽ സ്മൂത്ത് ഇലക്ട്രിക് ഹൈറ്റ് അഡ്ജസ്റ്റ് സിസ്റ്റം ആണ്. 4 പ്രീസെറ്റ് മെമ്മറി ഓപ്ഷൻ ഉണ്ട്. സോളിഡ് ബിൽഡ്, പ്രീമിയം ഡിസൈൻ, നല്ല ക്ലീൻ സെറ്റപ്പിന് വേണ്ടി കേബിൾ ഹോള് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിന്റെ ദോഷങ്ങൾ പറയുകയാണെങ്കിലേ, ഇത് ദോഷങ്ങളൊന്നും പറയാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും ഒന്നാമത്തേത് ഇതിന് പവർ സപ്ലൈ അത്യാവശ്യമാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ ഉണ്ടായിരിക്കണം. നോ മാനുവൽ അഡ്ജസ്റ്റ്മെന്റ്. മാനുവൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ പൊക്കാനൊന്നും പറ്റില്ല. അടുത്തത് കുറച്ച് സ്പേസ് വേണം. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടേബിളിന്റെ ഏരിയ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വാങ്ങിക്കാം. പിന്നെ ഇതിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല, ഒരു മോട്ടറിന്റെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സൗണ്ട് കേൾക്കാം. ഇനി മെയിൻ ക്വസ്റ്റ്യൻ,
ഇത് വെർത്ത് ആണോ ഇല്ലയോ? നിങ്ങൾ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ദിസ് ഡെസ്ക് ക്യാൻ ലിറ്ററലി ചേഞ്ച് യുവർ വർക്ക് ഫ്ലോ. സിറ്റിംഗ്, സ്റ്റാൻഡിംഗ്, ഷൂട്ടിംഗ്, എഡിറ്റിംഗ് എല്ലാം സ്മൂത്തർ ആകും. ഇത് വെറൊരു ഡെസ്ക് മാത്രമല്ല, ഇത് ശരിക്കും യുവർ ഡെയിലി വർക്ക് സ്പേസിലേക്ക് നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഇത് ടോട്ടലി വെർത്ത് ആയിട്ടാണ് തോന്നിയത്. ക്രിയേറ്റേഴ്സ്, എഡിറ്റേഴ്സ്, ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവർ, അങ്ങനെ ആരൊക്കെയാണോ എല്ലാ ദിവസവും ഡെസ്കിൽ സ്റ്റക്ക് ആയിരിക്കുന്നത് അവർക്കെല്ലാം 100% ഞാനിത് റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രോഡക്റ്റിന്റെ ലിങ്കും ലേറ്റസ്റ്റ് ഓഫറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി വായിക്കുന്നതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട. ഇന്ത്യയിൽ മുഴുവൻ 170-ലധികം സ്റ്റോർസ് ദ സ്ലീപ്പ് കമ്പനിക്ക് ഉണ്ട്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് സ്റ്റോറിൽ പോയിട്ട് ഫിസിക്കലി ചെക്ക് ചെയ്യാം, ഫീൽ ചെയ്യാം, ദെൻ ഡിസൈഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ ഫെസിലിറ്റിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളതും നിങ്ങളിപ്പോൾ ഏത് ഡെസ്ക് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കമന്റ് ചെയ്യുക. മറ്റുള്ളവർ ഈ വീഡിയോ കണ്ട് കമന്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.